ഞാൻ തികച്ചും എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ തീരുമാനപ്രകാരം ജനിച്ചവളല്ല. അവിടെ പോലും എൻ്റെ ജനനത്തിൽ പോലും ഞാൻ സ്വതന്ത്രയായിരുന്നില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജനിച്ചവളല്ല ഞാൻ. പിന്നീട് എൻ്റെ ഓരോ ശ്വാസവും ഭൂമിയിലേക്ക് വന്ന നിമിഷം മുതൽ ഞാൻ ആദ്യത്തെ ശ്വാസം എടുക്കുകയാണ്. ഇരിക്കുറാറും അങ്ങനെ തന്നെയല്ലേ? ഉമ്മാന്റെ പള്ളേന്ന് ശ്വസിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടാ? ആരും കയ്യൊക്കെയോ? ഇല്ലല്ലോ അല്ലേ? ഉമ്മാന്റെ പള്ളേന്ന് നമ്മൾ ആരും ശ്വസിക്കൂലല്ലോ, നമ്മൾ പുറത്ത് വന്നിട്ടല്ലേ ശ്വസിക്കുക. ഉമ്മാന്റെ പള്ളേന്ന് ഓക്സിജൻ തരുന്നത് ആരാ? ഉമ്മ ശ്വസിക്കുമ്പോൾ ഉമ്മയുടെ ഓക്സിജൻ ആണ് നമ്മൾ വലിച്ചെടുക്കുന്നത് ത്രൂ അംബിലിക്കൽ കോഡ് അല്ലേ? ഉമ്മാന്റെ പള്ളയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ കഴിച്ചത്? ഉമ്മ കഴിക്കുമ്പോൾ ഉമ്മയുടെ രക്തത്തിൽ നിന്നും വലിച്ചെടുത്തതാണ്. പ്രിയപ്പെട്ട ഉമ്മയെ ഊറ്റി കുടിച്ച് ഊർജമെടുത്ത് വളർന്ന് വലുതായി വന്ന നമ്മൾ ഓരോരുത്തരും സുബ്ഹാനല്ലാഹ് ഓരോ നിമിഷവും ആ കാലിനടിയിലെ സ്വർഗത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഭൂമിയുടെ മനോഹാരിതയെ ആസ്വദിക്കാൻ പുറത്തു വന്ന നിമിഷം മുതൽ എൻ്റെ ലങ്സ്, ശ്വാസകോശം പ്രവർത്തിക്കാൻ തുടങ്ങാം. മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ? എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ്, എൻ്റെ തീരുമാനങ്ങളാണ്, എൻ്റെ ഇഷ്ടങ്ങളാണ് എങ്കിൽ ഞാൻ വിചാരിക്കുക എൻ്റെ ഫ്രീഡം എടുത്തുകൊണ്ട്, എൻ്റെ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ തീരുമാനിക്കുകയാണ്, ഇന്ന് മുതൽ ഈ കണ്ട ലോകത്തുള്ള 900 കോടിയിലേറെ ജനങ്ങളും ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയാണ്. സംശയമുണ്ടോ? നമ്മളൊക്കെ ഓക്സിജൻ ഉള്ളിലെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നവരല്ലേ? ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് മുതൽ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നിറഞ്ഞ് നമ്മൾ ഓസോൺ പാളിയിലൊക്കെ വിള്ളൽ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുത്ത് ഓക്സിജൻ പുറത്ത് വിടാൻ പോവാ. നടക്കുവോ? നടക്കൂല. എൻ്റെ സെൽസ്, എൻ്റെ ശ്വാസകോശത്തിലെ സെൽസ്, എൻ്റെ ശരീരത്തിലെ സെല്ലുകൾ ഓക്സിജനെ സ്വീകരിച്ച് പ്രതിപ്രവർത്തനം മൂലം ഉണ്ടാവുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ. അതിനെ പോലും നിയന്ത്രിക്കുവാനോ അതിനെ പോലും എൻ്റെ തീരുമാനപ്രകാരമാക്കി മാറ്റുവാനോ സാധിക്കാത്ത അത്രയും നിസ്സാരയാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും. ആ ഒരു ഓക്സിജന് വേണ്ടിയിട്ട് ഒരൊറ്റ നയാ പൈസ വാടക കൊടുക്കാതെ നമ്മളൊക്കെ ഉള്ളിലേക്ക് എടുത്ത് ഇങ്ങനെ ഓരോ മിനിറ്റിലും 16ഉം 18ഉം തവണ ഉള്ളിലേക്ക് എടുത്ത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഓക്സിജൻ ഉണ്ട്. ഒറ്റ പൈസ നമ്മൾ വാടക കൊടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. വർഷങ്ങൾക്ക് മുൻപേ ഒരു തുള്ളി ഓക്സിജന് നമ്മൾ പൈസ കൊടുത്ത സമയമുണ്ടായിരുന്നു. ഓക്സിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഓക്സിജൻ ലെവൽ നോക്കും. ഉടനെ നമ്മൾ ഓക്സിജൻ മാസ്ക് എടുത്ത് നമ്മൾ മൂക്കിൽ ഫിറ്റ് ചെയ്യും. ഇങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ ഓക്സിജൻ എടുത്തിരുന്ന സമയമുണ്ടായിരുന്നു. സുലഭമായി ഒരു വാടകയും കൊടുക്കാതെ എനിക്ക് ഓക്സിജൻ നൽകിയ സൃഷ്ടാവായ നാഥനെ നാം നന്ദി പറയേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, അതിനെ പോലും എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം എൻ്റേത് മാത്രമായ എൻ്റെ ഈ ശരീരത്തെ പോലും നിയന്ത്രിക്കുവാനുള്ള ശേഷി എനിക്കില്ല. പിന്നെ എന്ത് ഫ്രീഡമാണ്? പിന്നെ എന്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്? അതാണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ. ഇവർ പറയുന്ന ഫ്രീഡം ആർക്കും എവിടെയും എന്തും എങ്ങനെയും ചെയ്യാനുള്ള അവകാശം. അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? നമുക്കറിയാം, മൃഗങ്ങൾ ജനിക്കുന്നത് 20% മാത്രം തലച്ചോറുമായിട്ടാണ്. 80% തലച്ചോറിന്റെ വളർച്ച പൂർത്തിയാക്കിയിട്ടാണ് മൃഗങ്ങൾ ജനിക്കുന്നത്. ബാക്കി 20% ഡെവലപ്പ് ആവുന്നത് അത് അമ്മയോട് ഒട്ടി നിൽക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് അമ്മയുടെ അരികിൽ നിന്നും അതിനാട്ടി അകലുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ തലച്ചോറ് പൂർണ്ണ വളർച്ചയെത്തി അത് സ്വതന്ത്രമായി മാറും. പക്ഷെ നമ്മൾ മനുഷ്യരങ്ങനെയല്ല. നമ്മൾ ജനിക്കുന്നത് വെറും 20%, 20% മാത്രം തലച്ചോറ് ഡെവലപ്പായിട്ടാ. ബാക്കി 80% ഡെവലപ്മെന്റ് നടക്കുന്നത് 19 or 25 വയസ്സിനിടയിലാ. ജനിച്ചത് മുതൽ 19 or 25 വയസ്സിനിടയിൽ മാത്രം പൂർണ്ണ വളർച്ചയെത്തുന്ന ആ തലച്ചോർ എങ്ങനെ വളരും? അമ്മക്കോഴി തള്ളക്കോഴിയെ കൊത്തിയാട്ടുന്നത് പോലെ ഒരു സമയമാകുമ്പോൾ നമ്മൾ കുട്ടികളെ കൊത്തിയാട്ടണില്ല. അല്ലെങ്കിൽ പാല് കുടിച്ച് കഴിയുമ്പോഴത്തേന് മാമൽസ് എന്ന് പറയുന്ന ജീവികള് പാല് കുടിച്ച് കഴിയുമ്പോഴാണ് അവരുടെ തലച്ചോറ് പൂർണ്ണ വളർച്ചയിലെത്തുക. അവരെ കുഞ്ഞുങ്ങളെ ആട്ടി ഓടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മക്കോഴിയും തള്ളക്കോഴിയും കുഞ്ഞു കോഴികളും ഇല്ല. അമ്മയുടെ കുഞ്ഞ് പെടക്കോഴിയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ കുഞ്ഞ് പൂവൻകോഴിയാണെങ്കിൽ അത് മകനോ മകളോ അല്ല, അത് വെറും പെടക്കോഴിയും വെറും പൂവൻ കോഴിയുമാണ്. അവർക്ക് പിന്നെ എന്തിനുമുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്.
ആ സ്വാതന്ത്ര്യത്തെയാണ് മനുഷ്യരായ നമ്മിൽപ്പെട്ട ലിബറൽ വാദികൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ. പക്ഷേ കാഴ്ചയിലൂടെ മാത്രം ജീവിക്കുന്ന മൃഗങ്ങളിൽ നിന്നും കാഴ്ചപ്പാടിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ വ്യത്യസ്തരല്ലേ? എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എനിക്ക് എൻ്റെ ഉപ്പ പുരുഷനാണ്, എൻ്റെ ഉപ്പ പുരുഷനാണ്, പക്ഷേ എൻ്റെ ഉപ്പയാണ് എന്ന എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ഉപ്പ എന്ന പുരുഷൻ എൻ്റെ കാഴ്ചയാണ് എങ്കിൽ എൻ്റെ ഉപ്പ എന്ന പുരുഷൻ അതെൻ്റെ ഉപ്പയാണെന്ന ചിന്ത എൻ്റെ കാഴ്ചപ്പാടാണ്. അത് തന്നെയാണ് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. നാം കാഴ്ചപ്പാടിലൂടെ ജീവിക്കുന്നവരാണ്. പക്ഷേ ആ കാഴ്ചപ്പാടിനെ തന്നെ മുഴുവനായും ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുമ്പോൾ ബാധ്യതകളില്ലാത്ത ജീവിതമാണ്. പെട്ടെന്ന് അതിലേക്ക് ആകർഷണീയരാവും, പെട്ടെന്ന് നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയി പോവും. കാരണം ബാധ്യതകളില്ല. നമ്മുടെ വയനാട് ചൂരൽമലയിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായി. ആയിരക്കണക്കിന് മനുഷ്യന്മാർ അവിടെ ജീവനൊടുങ്ങി. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലുള്ള നന്മ മരങ്ങൾ, നന്മ നിറഞ്ഞ ഹൃദയങ്ങൾ അങ്ങോട്ടേക്ക് ചേക്കേറിയപ്പോൾ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവരവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു യുക്തിവാദിയോട്, ഒരു നിരീശ്വരവാദിയോട് നിങ്ങൾ വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? അതൊക്കെ ഗവൺമെന്റിന്റെ പണിയല്ലേ എന്ന്, അതൊക്കെ ഗവൺമെന്റിന്റെ ജോലിയല്ലേ എന്ന്. കാരണം സ്നേഹം ഒരു ബാധ്യതയാണ്. അവരുടെ മുൻപിൽ കാരുണ്യവും ദയയും സഹജീവി അനുകമ്പയും ഒരു ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. ബാധ്യതകളില്ലാത്ത ജീവിതത്തെയാണ് അവർ മോൾഡ് ചെയ്തെടുക്കുന്നത്. അവിടെ നിയന്ത്രണങ്ങളില്ല, ഉമ്മയെന്നോ സ്ത്രീ എന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല. അവിടെ സ്വതന്ത്രവാദികൾ പറയുന്ന ഒരൊറ്റ വ്യത്യാസം മാത്രമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ളത്. അത് ഉഭയകക്ഷി സമ്മതമാണ്. ഉഭയകക്ഷി സമ്മതമാണ്. രണ്ടുപേരുടെയും സമ്മതം മാത്രമാണ് മൃഗങ്ങളുടെ ജീവിതവും മനുഷ്യ ജീവിതവും തമ്മിൽ ലിബറൽ വാദികൾ കൊണ്ടുവരുന്ന കാണുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ കുടുംബത്തിൻ്റെ ഈ ഭദ്രത നിലനിർത്തുവാൻ, കുടുംബം എന്ന് പറയുന്ന ആ കവചത്തിനുള്ളിൽ മക്കളെ സംരക്ഷിക്കുവാൻ, അതിൻ്റെ മനോഹാരിത മക്കളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. പുറത്ത് മനോഹരമായ ഈ വാദം ഇരിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിൻ്റെ ഈ വാദം ഇരിക്കുമ്പോൾ, കല്യാണം വേണ്ട, കുടുംബം വേണ്ട, മക്കൾ വേണ്ട, മൈ ലൈഫ് മൈ ചോയ്സ് എന്ന വാദത്തിലേക്ക് നമ്മളെ മക്കൾ ആകൃഷ്ടരാവാതിരിക്കണമെങ്കിൽ കുടുംബം നൽകുന്ന സുരക്ഷിതത്വം, കുടുംബം നൽകുന്ന മനോഹാരിത നമ്മളെ മക്കൾക്ക് നാം പഠിപ്പിച്ചു നൽകേണ്ടതുണ്ട്. എങ്ങനെ? അവർ കാണണം, അവരനുഭവിക്കണം. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ വല്യമ്മയും എൻ്റെ വല്ലിപ്പയും, എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ വല്യമ്മയും വല്ലിപ്പയെയും എങ്ങനെ സംരക്ഷിക്കുന്നു, അവർ പരസ്പരം എങ്ങനെ സ്നേഹിക്കുന്നു, അവർ പരസ്പരം കുടുംബ ബന്ധങ്ങൾ എത്രയേറെ ഊഷ്മളമാക്കുന്നു, അത് കൊടുക്കേണ്ടത് നമ്മളാണ്. ആ സമാധാനവും ആ സുരക്ഷിതത്വവും അനുഭവിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. അല്ല എങ്കിൽ ഒരു പക്ഷേ പുറത്ത് കാണുന്ന ഈ ചാബല്യങ്ങളിലേക്ക് അവർ ആകൃഷ്ടരായേക്കാം, അതിലേക്ക് അവർ അകപ്പെട്ടു പോയേക്കാം. ശേഷം നെഞ്ച് തല്ലിക്കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോടും ഈ കുടുംബത്തോടും നമ്മുടെ എല്ലാവരോടും കൂടിയായിട്ട് ഉണർത്തുകയാണ്. ചിന്തിക്കേണ്ടതുണ്ട്. ഇതാണ് ഫ്രീഡം എങ്കിൽ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി? എന്താണ് ജെൻഡർ ഈക്വാലിറ്റി? ഹലോ, ജെൻഡർ ഈക്വാലിറ്റി എന്താണ് ഇയാളെ? ആണിനും പെണ്ണിനും നിങ്ങൾക്ക് മടുത്തോ? നിർത്തണോ? ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാല് ആണിനും പെണ്ണിനും തുല്യ അവകാശം. അപ്പൊ എൻ്റെ ഉള്ളിലൊരു സംശയം, ആണിനും പെണ്ണിനും ഒരേപോലെ എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആണിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും പെണ്ണിന് പറ്റുമോ? എന്തേ പറ്റൂലേ? നമ്മൾ ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ ആണിനെ കൊണ്ട് കഴിയുന്ന എല്ലാം പെണ്ണിനെ കൊണ്ടും കഴിയും. പക്ഷെ ഉണ്ടല്ലോ, പെണ്ണിനെ കൊണ്ട് കഴിയുന്ന എല്ലാം ആണുങ്ങൾക്ക് പറ്റുമോ? എന്താ കുടുംബങ്ങളെ നിങ്ങളൊന്നും പറയാത്തെ? പറ്റുമോ? ഞാൻ എൻ്റെ നൗഷാദിക്കാരോട് പറയാണ്, അല്ല നൗഷാദിക്ക, മൂത്തോനെ ഞാൻ പറ്റില്ലേ, അടുത്ത രണ്ടെണ്ണത്തിന് നിങ്ങൾ പറ്റോളിന്ന്. കഴിയോ? മൂപ്പരെ കൊണ്ട് പറ്റുമോ? മൂത്തോനെ ഞാനല്ലേ പാല് കൊടുത്തത്. എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയോ? ഇത് 2 മണിക്കൂർ കൂടുമ്പം പാല് കൊടുക്കണം. ഏതോ അതിൻ്റെ ഒരു പ്രയാസം എത്രയാ? 2 വയസ്സ് വരെയും കൊടുക്കണം. അതുകൊണ്ട് ആ മൂത്തോന് ഞാൻ കൊടുത്തു, ഇനിയുള്ള 2 എണ്ണത്തിന് നിങ്ങൾ കൊടുത്തോളി എന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കൂല. അപ്പൊ ആണും പെണ്ണും ഒന്നാണോ? ഒരുപോലെയാണോ?
അവിടെ തന്നെ നമുക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ തിയറിയെ അട്ടർ ഫൂളിഷ്നെസ് ആണ്. ആണിനും പെണ്ണിനും ഒരുപോലെ ആവാൻ പറ്റൂല, അത് കഴിയൂല. ചിലയിടങ്ങളിൽ ആണാവാം, ചിലയിടങ്ങളിൽ പെണ്ണാവാം. അതൊരു ഇക്വിലിബ്രിയത്തില് അതിങ്ങനെ മുന്നോട്ട് പോവേണ്ട ഒന്നാണ്. ആ മനസ്സിലാക്കൽ, ആ തിരിച്ചറിവ്, ആ യുക്തി പടച്ച തമ്പുരാൻ മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി, അത്രയേറെ ബുദ്ധി വൈഭവത്തോട് കൂടിയിട്ടാണ് മനുഷ്യന്റെ തലച്ചോറ് ദൈവം പടച്ചോന് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, ആ ബുദ്ധിമതി യുക്തിയിലേക്ക് എത്തുവാൻ പ്രിയപ്പെട്ടവരെ. ആ വ്യത്യാസമാണ്, അതിലേക്കാണ് ഇവർ വിരൽ ചൂണ്ടുന്നത് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ ഒരു പക്ഷേ എൻ്റെ ആൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഉമ്മ ഇന്ന് മുതൽ ഞാൻ പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ, നമ്മളെ പെൺകുട്ടികൾ വന്നിട്ട് ഉമ്മ നാളെ മുതൽ ഞാൻ ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ, ആ ജെൻഡർ ന്യൂട്രാലിറ്റിയെ, സെക്ഷൽ ഡിസ്ഫോറിയ എന്ന് പറയുന്ന മാനസിക രോഗങ്ങളുടെ കൂട്ടത്തിൽ അമേരിക്കൻ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റ് എണ്ണിയിരുന്ന ആ അസുഖത്തെ അവിടെയുള്ള പ്രൊട്ടസ്റ്റേഴ്സ്, ലിബറൽ വാദികള് അതിനെതിരെ പ്രവർത്തിച്ച് അത് പുറത്തേക്കിട്ട് അതിനൊരു പ്രകൃതിപരമായ വികാരമാക്കി മാറ്റി. ചികിത്സിക്കേണ്ട അസുഖമാണ്. ഒരുപക്ഷെ ഞാൻ പെണ്ണല്ല, ഞാൻ ആണാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ചികിത്സിക്കേണ്ടതുണ്ട്. അതെന്റെ സ്വാതന്ത്ര്യമായി, അതെനിക്ക് നൽകിയ പ്രകൃതിയായി കാണുകയല്ല ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും, നാം ഉമ്മമാർ വിജിലന്റ് ആവണം. ഒരിക്കൽ ക്ലിനിക്കിൽ വന്നൊരു കേസാണേ, ഒരു പെൺകുട്ടിയും കൊണ്ടാ വരുന്നേ. അപ്പൊ ഇവൾക്ക് പെട്ടെന്ന് വന്ന മാറ്റാണ്, അവളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറാൻ തുടങ്ങി. ഗേളിഷ് ആയിട്ടുള്ള സ്ത്രീത്വം കാണിക്കുന്ന വസ്ത്രമൊക്കെ ഇട്ടിരുന്ന അവള് ആ ഗേളിഷ്നെസ് എന്നൊക്കെ മാറി ഒരു ബോയ്ഷ് ടച്ചിലേക്ക് മാറാൻ തുടങ്ങി. ആൺകുട്ടികൾ ഇടുന്ന പോലെയുള്ള ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങി. മുടിയൊക്കെ കട്ട് ചെയ്ത് ബോയ് കട്ടൊക്കെ ആക്കി തുടങ്ങി. അങ്ങനെ അവളുടെ ചിന്തയിലും സംസാരത്തിലൊക്കെ ആ മാറ്റം വന്നു തുടങ്ങിയപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. ഈ കൗൺസിലിങ്ങിന്റെ ഇടയിൽ അവളുടെ ഉമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അവൾ നന്നായിട്ട് ചിത്രം വരക്കുന്നു, പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ റൂം, അവൾ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അവളുടെ ആ വീഡിയോ, അവൾ വരച്ച ചിത്രങ്ങളുടെ വീഡിയോയിൽ കൂടുതലുണ്ടായിരുന്നത് റെയിൻബോ ആണ്. നിങ്ങൾക്കറിയാലോ റെയിൻബോ എന്താന്ന്? മഴവില്ല് അറിയില്ലേ? മഴവില്ലെന്താ? വെള്ളത്തുള്ളിയില് സൂര്യകിരണങ്ങൾ തട്ടി വിഘടിച്ച് 7 വർണ്ണങ്ങളായി മാറുന്നു. 4ാം ക്ലാസ്സിലല്ല പഠിച്ച്? 3ലാ? ഹൈ പെണ്ണുങ്ങൾ, നിങ്ങൾ എന്തൊന്നും പറയാത്ത? നമ്മള് 4ലോ 3ലോ അത് പഠിച്ചത് ഓർമ്മയില്ലേ? ഞാൻ സ്കൂളിൽ പോകാത്തോണ്ട് എനിക്ക് ഓർമ്മയില്ലേ. 5ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ സൂര്യകിരണങ്ങള് വെള്ളത്തുള്ളിയിൽ തട്ടി അത് വിഘടിച്ച് അതിന്റെ 7 വർണ്ണങ്ങളും അതിങ്ങനെ വിഘടിച്ച് നിൽക്കുന്നതാണ് മഴവില്ല് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ ഉമ്മയും അത്ര മനോഹരമായിട്ട് എൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ കുട്ടിക്ക് മഴവില്ല് ഭയങ്കര ഇഷ്ടമാണ്, അവള് കൂടുതലും മഴവില്ലുകളാണ് വരച്ച് വെച്ചിട്ടുള്ളത്. ഡോക്ടറെ നിങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ്, എത്ര ഭംഗിയിലാണ് എൻ്റെ കുട്ടി മഴവില്ല് വരച്ചിട്ടുള്ളത് എന്ന്. ഈ മഴവില്ലിൽ നിന്നും മറ്റെന്തെങ്കിലും മനസ്സിലാക്കി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? റെയിൻബോ തിയറിയെ കുറിച്ച് അറിയില്ലേ നിങ്ങള്? റെയിൻബോ തിയറി എന്ന് പറഞ്ഞാൽ LGBTQ and so on. അതായത് ലെസ്ബിയനിസം, ഗേയിസം, ബൈസെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സെക്ഷൽ ഡിസ്ഫോറിയകൾ അടങ്ങിയ ഒന്നാണ്, ഒരു വാദമാണ് മഴവിൽ വാദം അല്ലെങ്കിൽ മഴവിൽ തിയറി എന്ന് പറയുന്നത്. ഈ കുട്ടി അതിനെ സ്നേഹിക്കുന്ന ഒരാളായി മാറുകയാണ്. ഓക്ക് പെണ്ണായി നിൽക്കാൻ വയ്യ, ഓക്ക് പെണ്ണ് മാത്രമായി നിൽക്കാൻ വയ്യ, അവൾക്ക് ആണ് മാത്രമായി നിൽക്കാൻ വയ്യ. അതുമല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു കർമ്മത്തിലേക്ക് അവൾക്ക് പോവാൻ വയ്യ. ഒരു പക്ഷേ ആണിനെ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിവാഹം വേണ്ട, കല്യാണം വേണ്ട എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണം ഈ ലിബറലിസം തന്നെയാണ്, ഈ ജെൻഡർ ന്യൂട്രാലിറ്റി തന്നെയാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മക്കൾ വിവാഹം വേണ്ട, കുടുംബം വേണ്ട എന്ന് പറയാനുള്ള കാരണത്തിലേക്ക് വരാം. എന്തുകൊണ്ട് ഈ ലിബറലിസത്തെ, സ്വതന്ത്രവാദത്തെ മക്കൾ ഇഷ്ടപ്പെടുന്നു? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളടങ്ങുന്ന നമ്മളുടെ കുടുംബങ്ങൾ തന്നെയാണ്. കാരണം ഈ തിയറിയിൽ നിന്നും ഈ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ലാത്ത, ബാധ്യതകളൊന്നുമില്ലാത്ത സുഖകരമായ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും
മക്കളെ കുടുംബത്തിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായും കരുണ കാണിക്കണമെങ്കിൽ അതൊരു ബാധ്യതയാണ്. സ്നേഹം കാണിക്കണമെങ്കിൽ അതൊരു ബാധ്യതയാണ്. അല്ലേ? സ്നേഹം ബാധ്യതയാണോ പ്രിയപ്പെട്ടവരെ? നിങ്ങളെന്തൊന്നും മിണ്ടാത്ത? സ്നേഹം ബാധ്യതയാണോ? പുയ്യാപ്പിള നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടു തന്നാല് ഇല്ലേ, ഇരിക്കൂരാർക്ക് സമ്മാനമൊന്നും കിട്ടലില്ലേ? നിങ്ങളെ പുയ്യാപ്പിളാരും ഗിഫ്റ്റ് ഒന്നും വാങ്ങി തരലില്ലേ? സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി തരലില്ലെന്നോ? സുബ്ഹാനല്ലാഹ്. എന്റെ പ്രവാചകൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ നൽകുക എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടില്ലെന്നോ? എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മൂപ്പര് നമുക്കൊരു സമ്മാനം കൊണ്ടു തന്നാല് നമുക്കൊരു ബാധ്യതയാ. കാരണം അതെന്താ? സ്നേഹാണ്. ആ സമ്മാനത്തിന്റെ ഭാഷയിലൂടെ, ആ സമ്മാനത്തിന്റെ രൂപത്തിൽ നമ്മിലേക്ക് വന്നത് മൂപ്പരെ സ്നേഹ, എന്നോടുള്ള സ്നേഹ. അതെനിക്ക് തിരിച്ചു കൊടുക്കണം. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. അതൊരു ബാധ്യതയാണ്. എന്നാലോ ലിബറലിസത്തിൽ അതില്ല. തോന്നുകയാണെങ്കിൽ സ്നേഹിച്ചാൽ മതി. അതല്ലേ ഡേറ്റിംഗ്? അതല്ലേ ലിവിങ് ടുഗദർ? അതല്ലേ കൊഹിബിഷൻ? അതല്ലേ ലൈവ് ഇൻ റിലേഷൻഷിപ്പ്? ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷനിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇഷ്ടം തുടങ്ങി, ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിറ്റത്തെ ദിവസത്തിൽ ഡേറ്റിംഗ് ആണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഡേറ്റിങ്ങിന് പോവാണ്, കറങ്ങാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കോഴിക്കോട് ടൗണിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ, അവിടുത്തെ വലിയ ലീഡിങ് ഹോട്ടൽസിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റിസപ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് നമ്മളെയൊക്കെ പോലെയുള്ള, നമ്മുടെയൊക്കെ മക്കളെ പോലെയുള്ള ബുർക്കയും മഫ്തയും സ്കാഫും ഒക്കെ ഇട്ട് ദീനീപരമായിട്ട് ഇസ്ലാമിക വേഷത്തിൽ വസ്ത്രം കൊണ്ട് മാത്രം മുസ്ലിമായ പെൺകുട്ടികൾ വന്നിട്ട് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. റിസപ്ഷനിസ്റ്റുകൾ ക്യൂ ആയിട്ട് വെയിറ്റ് ചെയ്യും, താക്കോലും പിടിച്ച് കാത്തിരിക്കും ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെൽക്കം ചെയ്യാൻ വേണ്ടി. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓർക്കണം നമ്മളെ നാട് എവിടെ എത്തി എന്ന്. വ്യഭിചാരം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ വളരെ സിംപ്ലിഫൈ ചെയ്ത് കുട്ടികൾ സംസാരിക്കും. ക്ലിനിക്കിൽ വന്ന് പെൺകുട്ടികൾ എന്നോട് ചോദിക്കുന്നതാ, അതിനൊക്കെ ഇപ്പൊ എന്താ ഡോക്ടറെ? അതൊക്കെ സർവ്വസാധാരണയല്ലേ? അതൊക്കെ ഇപ്പൊ ഇത്ര വലിയ വിഷയാക്കേണ്ടതുണ്ടോന്ന് ഒരനുഭവം പങ്കുവെക്കാം. ഒരിക്കല് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന 3 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു അനുഭവമാണ്. ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. അൽഹംദുലില്ലാ, വളരെ ദീനി നിഷ്ഠയോട് കൂടിയിട്ട്, വളരെ ധാർമ്മികത നൽകിക്കൊണ്ട് ആ കുട്ടിയെ അവളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു. പരിശുദ്ധ ഇസ്ലാം എന്താണ്, ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഓരോ കർമ്മബോധവും എന്താണ് എന്ന് അവളുടെ ഉള്ളിലേക്ക് സോൾഫുള്ളി ഇട്ട് കൊടുത്തുകൊണ്ട് വളരെ ദീനി നിഷ്ഠയോടുകൂടി ആ മാതാപിതാക്കൾ അവളെ വളർത്തി വലുതാക്കി. വസ്ത്രം കൊണ്ടോ പേരുകൊണ്ടോ മാത്രം മുസ്ലിമയായിരുന്നില്ല അവൾ. അവളുടെ പ്രവൃത്തികൾ കൊണ്ടും അവളുടെ കർമ്മങ്ങൾ കൊണ്ടുകൂടി മുസ്ലിമയായിരുന്ന ഒരു പെൺകുട്ടി. പഠിക്കാൻ മിടുക്കിയായിരുന്നു. PG സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ അവൾക്ക് ഇന്ത്യയിലെ വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി. അവൾ PGയിൽ റാങ്ക് ഹോൾഡർ ആയിരുന്നു പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിൽ ആ സെൻറ്ററിൽ അവൾ ജോലിക്ക് പോയി. അവളുടെ കമ്പനിയിൽ ജോലി ലഭിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ഉമ്മയും ഉപ്പയും. വീട്ടിൽ കൊണ്ടുവന്നു. അവൾക്ക് ഭയങ്കരമായ വയറുവേദന, ബവൽ ഇറിറ്റേഷൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണിച്ചു. 2 ആഴ്ച മരുന്ന് കുടിച്ചിട്ട് മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞു അവളെ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവാണ് വയറ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കാൻ ചെയ്ത സമയത്ത് റേഡിയോളജിസ്റ്റ് ചോദിച്ചു, മോളെ നീ മാരീഡ് ആണോ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. ആ കുട്ടി പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഞാൻ മാരീഡ് അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഉമ്മയെ ഉപ്പയെയും വിളിച്ചിട്ട് റേഡിയോളജിസ്റ്റ് പറയുകയാണ്, നിങ്ങളുടെ മകള് 2 മാസം ഗർഭിണിയാണ് എന്ന്. ആ കുട്ടി തളർന്ന് ഇല്ലാതെയായി പോവാണ്. ആ കുട്ടി കരഞ്ഞ് ഉമ്മയുടെയും ഉപ്പയുടെയും കാല് പിടിച്ച് പറഞ്ഞു, ഒരിക്കലും സാധ്യതയില്ല, ഇങ്ങനെ നടക്കുകയില്ല, ഇങ്ങനെ സംഭവിക്കുകയില്ല. കാരണം എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, ഒരാൺകുട്ടിയുമായി എനിക്ക് പരിചയമില്ല, എനിക്കൊരു ബന്ധവുമില്ല, പിന്നെ എങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ദുഃഖകരമായ നിമിഷങ്ങളായിരുന്നു. അവരെ അബോർഷൻ ചെയ്തു. ഇങ്ങനെ ക്ലിനിക്കിൽ ആ കുട്ടിയുടെ മെന്റൽ സ്റ്റെബിലിറ്റി, മാനസികാവസ്ഥ പഴയ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. സംസാരത്തിനൊടുവിൽ ആ കുട്ടി ഓർത്തെടുത്ത ഒരു അനുഭവം എൻ്റെ അടുത്ത് പങ്കുവെച്ചു. അവൾ ജോലി ചെയ്ത ഓഫീസിൽ, ആ സെന്ററിൽ, ആ കമ്പനിയിൽ അവളുടെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് എല്ലാവർക്കും അവൻ്റെ വക ഫുഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി നൈറ്റ് പാർട്ടി നടക്കുകയാണ്. രാത്രി നൈറ്റ് പാർട്ടിയിലേക്ക് അവളുടെ കൂട്ടുകാരെല്ലാം അവളെ ക്ഷണിച്ചു.
പക്ഷേ അവൾ പഠിച്ച ദീനിൽ അങ്ങനെ ഒരു കൂത്താട്ടം ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് ഈ രൂപത്തിൽ ശരീരം സ്പർശിച്ചുകൊണ്ടുള്ള കൂത്താട്ടം അവൾ ദീനിൽ പഠിച്ചിട്ടില്ല. അത് തെറ്റാണ്, അത് ഹറാമാണ് എന്ന് പഠിച്ചു വളർന്നവളായിരുന്നു അവൾ. പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയ വാക്കുകൾ അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. അന്യരായ രണ്ടുപേർ, അന്യരായ ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം സ്പർശിക്കുക എന്ന് പറയുന്നത് അവരുടെ തലയിൽ ആണി അടിച്ചിറക്കുന്നത് പോലെയാണ് എന്ന്. ആ ബോധ്യം, ആ ചിന്ത, ആ ഭയം, ഹബീബിനോടുള്ള കറകളഞ്ഞ സ്നേഹം അവൾക്കുള്ളിൽ ഉള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ ആ പ്രവൃത്തിയിലേക്ക് അവൾ പോയില്ല. അവൾ പിടിച്ചു നിന്നു, ഇല്ല ഞാൻ വരുന്നില്ല. കൂടെയുള്ളവരൊക്കെ അവളെ പോലെ തന്നെയുള്ള മഫ്തയും പർദ്ദയൊക്കെ ഇട്ട് നടക്കുന്ന വസ്ത്രം കൊണ്ട് മുസ്ലിമകളായ പെൺകുട്ടികളായിരുന്നു. അവരവളെ വീണ്ടും വിളിച്ചു, വാ, ഇതൊക്കെയല്ലേ രസം, ഇതൊക്കെയല്ലേ രസം, ഇതൊക്കെയല്ലേ ലൈഫിന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്, ഇതൊക്കെയല്ലേ വൈബ് ലൈഫ് എന്ന് പറയുന്നത്. ഇതൊന്നും ആസ്വദിക്കാത്ത എന്ത് ജീവിതമാണ് മോളെ. മോട്ടിവേറ്റഡ് ആവാണ് അവള്. അങ്ങനെ അവള് ചെന്നു, നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങളെ കൂടെ വന്നാ മതി, നൈറ്റ് പാർട്ടി എന്താന്നൊക്കെ ഒന്ന് വന്ന് കണ്ടാ മതി. അങ്ങനെ അവള് ചെന്നു. അവൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇടകലർന്ന് ഇങ്ങനെ ആഘോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. പലതരത്തിലുള്ള വസ്തുക്കളും അവിടെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഭാഗത്തേക്ക് അവൾ പോയില്ല. അവിടെ നിന്ന് അവൾ വിട്ടു നിൽക്കാണ്, മാറി നിൽക്കാണ്. പക്ഷെ വീണ്ടും ഈ മോട്ടിവേറ്റേഴ്സ് അവളെ പൊതിഞ്ഞു. അവളടുത്ത് വന്ന് പറയാ, നോക്ക്, ഇവിടെ ആരും ഇല്ല കാണാന്, എൻ്റെ ഉമ്മയും ഉപ്പയും ഇവിടെ ഇല്ല, എന്നോട് അരുതേ നോ എന്ന് പറഞ്ഞ് എന്നെ വളർത്തി ഉമ്മയും ഉപ്പയും ഇവിടെ ഇല്ല, നിന്റെ ഉസ്താദുമാരിവിടെ ഇല്ല, നിന്റെ കുടുംബാംഗങ്ങൾ ആരും ഇവിടെ ഇല്ല, ഇവിടെ ആരും നിന്നെ കാണാനില്ല, നിന്റെ വീട്ടുകാരില്ല, ദൂരെയാണ്, വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നമ്മളുള്ളത്. പിന്നെന്താ, ഞങ്ങളെ കൂടെ വാ, ഒന്ന് ആനന്ദിക്ക്, ആസ്വദിക്ക്, എപ്പോഴെങ്കിലും അല്ലേ നമുക്ക് വൈബാക്കാം എന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. പ്രിയപ്പെട്ടവരെ, പൈശാചികതയിൽ അവൾ വീണുപോയി. അവൾ അവിടെ ചെന്നു, അവർ കൊടുത്ത എന്തോ ഒരു വെള്ളം അവൾ കുടിച്ചു. അത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ, അത്ര മാത്രമേ അവൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഇന്ന് അവൾ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ബാക്കി എന്ത് സംഭവിച്ചു എന്നറിയാൻ അവളുടെ കൂട്ടുകാരിയെ വിളിച്ചു നോക്കി. കൂട്ടുകാരിയെ വിളിച്ച സമയത്ത് ഒരു കൂസലുമില്ലാതെ, തെല്ലും ചിന്തിക്കാതെ ആ കുട്ടി സംസാരത്തിൽ പറഞ്ഞു, അല്ല ഡോക്ടറെ, ഇതൊക്കെ ഇത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമാണോ? ഞങ്ങൾക്ക് ഇതൊക്കെ സ്ഥിരമാണ്. ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഉണ്ടാവും, പാർട്ടീസ് ഉണ്ടാവും, ഞങ്ങൾ നൈറ്റ് പാർട്ടിക്ക് പോവും, ഞങ്ങൾ അവിടെ ഡ്രിങ്ക് ചെയ്യുന്ന ആളുകൾ ഡ്രിങ്ക് ചെയ്യും, കുടിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ കുടിക്കും, എന്നിട്ട് ഞങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലാറ്റിൽ പോയി കിടക്കും. എല്ലാ വർക്കേഴ്സിൻ്റെയും ഫ്ലാറ്റുകൾ അവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലാറ്റിൽ പോയി കിടന്നുറങ്ങും. രാവിലെ ബാക്ക് ടു നോർമൽ, പഴയ പോലെയായി ഓഫീസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും എന്ന്. പിന്നെ എന്ത് സംഭവിച്ചു? ആ കുട്ടി പറയാ, അവള് ആദ്യമായിട്ടല്ലേ കുടിക്കണത്, അവള് ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. അവളുടെ ഫ്ലാറ്റ് ഏതാന്ന് ഞങ്ങൾക്കും കണ്ടെത്താനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കണ്ടൊരു ഫ്ലാറ്റിൽ അവളെ കൊണ്ടുപോയി കിടത്തി. അത്ര മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ ഒന്നറിയാം, അവൾ 2 മാസം ഗർഭിണിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, 3 വർഷങ്ങൾ കഴിഞ്ഞു ഈ സംഭവം ഉണ്ടായിട്ട്. അവൾ ഇന്നും മാനസിക രോഗിയാണ്. പഴയ മാനസിക സുസ്ഥിരാവസ്ഥയിലേക്ക് അവൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അവളുടെ കരിയർ, അവളുടെ പ്രൊഫഷൻ, അവളുടെ ജീവിതമേ ഇല്ലാതെയായി. നിങ്ങൾ ഓർക്കുക, മദ്യം, ലഹരി സർവ്വ തിന്മകളുടെയും മാതാവാണ് എന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഉണർത്തുമ്പോൾ നാം ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കൾ അതിൽ നിന്നും നോ പറഞ്ഞ് അവര് ഈ ആകർഷണ വലയമായ കുടുംബത്തിന്റെ സ്നേഹത്തിലേക്ക് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കണമെങ്കിൽ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. മറ്റു ആനന്ദങ്ങളെക്കാളും ഏറെ ആനന്ദം നൽകുന്നതാണ് എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, അവർക്കിടയിലുള്ള സ്നേഹം, ഊഷ്മളത. ഇതിലേക്കാണ് മക്കൾ എത്തേണ്ടത്. അത് വീട്ടിൽ നിന്നും കൊടുക്കുക, അത് വീട്ടിൽ നിന്നും കൊടുക്കുക. അത്